തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരത്തി ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ, പാർട്ടിക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ, ഇത്രയും സീരിയസ് ആയിട്ടൊരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുമ്പോൾ ഇവിടുത്തെ ഓരോ പ്രവർത്തകരും എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ അബിനോട് ആവശ്യപ്പെട്ടത്. അബിൻ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ നോക്കൂ, അതിൻ്റെ അപ്പുറം എന്ത് പറഞ്ഞു? അതാണ് ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. കുറെ നാളുകൾക്ക് മുമ്പ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ലംഘിക്കപ്പെടേണ്ടതാണ്, അത് ഞങ്ങൾ ധ്വംസിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായി ഒരു കോടതി വിധിയുടെ മറവിൽ ശബരിമലയിലെ നൂറ്റാണ്ടുകളായി വിശ്വാസികൾ അനുഷ്ഠിച്ചു പോന്നുകൊണ്ടിരുന്ന യുവതീ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ആ നിലപാട് മാറ്റുവാനും യുവതികൾക്ക് സ്ത്രീകൾക്ക് ഉള്ള പ്രവേശനത്തിന് പ്രായപരിധി നിശ്ചയിച്ചിരുന്നത് എടുത്തുകളയുകയും യുവതികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആചാരങ്ങളും വിശ്വാസങ്ങളും ലംഘിക്കുമെന്ന് തീരുമാനമെടുക്കുകയും ആ നിലയിലേക്ക് ആ സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു. ഞാൻ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. നമ്മുടെ ഈ ധർണയുടെ ഉയർത്തുന്ന മുദ്രാവാക്യം ഇതുമായി ബന്ധപ്പെട്ടുള്ളതല്ല. സാന്ദർഭികവശാൽ ഞാൻ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങള് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കും, നിർബന്ധമായിരുന്നു സർക്കാരിന്. അപ്പൊ സർക്കാരിന്റെ അനിവാര്യ ചുമതലയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, അങ്ങനെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസം, സൗജന്യ വിദ്യാഭ്യാസം, തൊഴിൽ നൽകല്, ഇങ്ങനെ അനിവാര്യമായ ചുമതലകൾ കുറേയേറെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയന്റെ അനിവാര്യമായ ചുമതലയായിട്ട് അദ്ദേഹം കണക്കാക്കിയിരുന്നത് ശബരിമലയിലെ യുവതികളെ പ്രവേശിപ്പിക്കുക, അതുവഴി ഒരു ആചാരത്തെയും വിശ്വാസത്തെയും ഇല്ലാതാക്കുക. അതിന് അദ്ദേഹമായി ചെയ്തു, വളരെ കൃത്യമായിട്ട് ചെയ്തു. ആയിരക്കണക്കിന് പോലീസുകാരെയും സൈന്യത്തെയും നിർത്തിയിട്ട് അർദ്ധരാത്രിയോടടുത്ത് സ്ത്രീകളെ കയറ്റി ശബരിമലയിൽ. എന്നിട്ട് വലിയ ഒരു കാര്യം സാധിച്ചതുപോലെ അദ്ദേഹം പാതിരാത്രിയിലെ പത്രസമ്മേളനം നടത്തി ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചു. തന്റെ ഭരണ നേട്ടമായിട്ട് ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്. കോടാനുകോടി വരുന്ന വിശ്വാസികളുടെ മനസ്സ് കീറിയ, കോടാനുകോടി വരുന്ന വിശ്വാസികളുടെ ഹൃദയം കീറി മുറിച്ച, തങ്ങളുടെ വിശ്വാസങ്ങളെ തകർത്ത്, തങ്ങളുടെ ഹൃദയത്തെ തകർത്ത് എത്ര കാലങ്ങൾ അതിന്റെ മുറിവ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ നിലനിന്നു. ഇപ്പോൾ ഇതാ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാനില്ല. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മുതലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയും ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അവിടുത്തെ സ്വർണം 250 ഗ്രാം സ്വർണം കാണാതായിരിക്കുന്നുവെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. വിശദമായ അന്വേഷണം നടത്തുമ്പോഴാണ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇനി അറിയാൻ കഴിയുന്നത്. കൂടുതൽ ശബരിമല, നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഏതാണ്ട് ശബരിമല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണത്. ഏഴരപ്പൊന്നാന ഏറ്റവും വലിയ എഴുന്നള്ളിപ്പ് ഏറ്റവും വലിയ അവിടുത്തെ ഒരു ചടങ്ങാണ്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് 10,000-കണക്കിന് വിശ്വാസികളാണ് അവിടെ എത്തിച്ചേരുന്നത്. അവിടെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് മുരാരി ബാബു അതിന്റെ ഭരണാധികാരി അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന സമയത്ത് 5 തവണ അവിടെ തീപിടുത്തമുണ്ടായി. പുറംലോകം പറഞ്ഞില്ല തീപിടുത്തമുണ്ടായതിനെ സംബന്ധിച്ച്. ആ തീപിടുത്തത്തിനിടയിലെ സ്വർണം കെട്ടിയ രുദ്രാക്ഷം മാലയുടെ കണ്ണികൾ കാണാതായിരിക്കുന്നു. അതെവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് അവിടെ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ അവിടുത്തെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള രേഖകൾ ഡിജിറ്റലാക്കി വെക്കണം. കാരണം ഇനിയും കൊള്ള നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നിരവധിയായിട്ടുള്ള മറ്റാചാരങ്ങളുടെ ലംഘനം, പതിറ്റാണ്ടുകളായി അല്ല നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നമ്മുടെ ആറന്മുള വള്ളംകളി സദ്യ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അവിടെ ഭഗവാന് ആദ്യത്തെ നിവേദ്യം വെക്കുക എന്ന് പറയും. ഭഗവാന് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്കൊരു മന്ത്രി ഉണ്ടായിട്ടുണ്ട്, ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു മന്ത്രി. അദ്ദേഹം എങ്ങനെയാണ് സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പോ
നമുക്ക് സഹകരണ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന് കേട്ടാൽ പുതിയ വാർത്തയല്ല. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ബാങ്കുകൾ, അവിടെ പണം നിക്ഷേപിച്ചവൻ പണത്തിന് ചെല്ലുമ്പോൾ പണം കിട്ടുന്നില്ല. CPM ഭരിക്കുന്ന എല്ലാ ബാങ്കുകളിലും കൊള്ള നടക്കുകയാണ്. അതിപ്പോ നമുക്ക് പുതിയൊരു വാർത്തയല്ല. പക്ഷേ അതൊരു പുതിയ വാർത്തയായല്ല. കേട്ടുകഴിവില്ലാതിരുന്ന കാലത്ത് എങ്ങനെ സഹകരണ സ്ഥാപനത്തിൽ നിന്നും കൊള്ളയടിക്കാമെന്ന് ഗവേഷണം നടത്തി തെളിയിച്ചയാളാണ് ഇന്നത്തെ സഹകരണ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി VN വാസവൻ. അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ മന്ത്രി കൂടിയാണ്. അപ്പൊ ആചാരങ്ങൾ എങ്ങനെ ലംഘിക്കാം? ആറന്മുളയിലെ വള്ളസദ്യ അവിടെ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആചാരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഭഗവാന് വെക്കാതെ വേറെ ആരും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ മന്ത്രി പറഞ്ഞു എനിക്ക് മറ്റു പരിപാടികളിൽ പോകേണ്ടതുള്ളൂ, ഭഗവാന് പിന്നെ കൊടുക്കാം, എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. മന്ത്രിയെ ഭഗവാന് കൊടുക്കാതെ ഭക്ഷണം കഴിച്ച് അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കൊടിക്കൂറ ഏറ്റുവാങ്ങുന്നത് തന്ത്രിയാണ്. കൊടിക്കൂറ ഏറ്റുവാങ്ങുന്നത് അത് പതിറ്റാണ്ടുകളായി അല്ല നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരമാണ്. ആ തന്ത്രി എങ്ങനെയാണ് ഇതൊക്കെ? തന്ത്രിയാണ് ഒരു ക്ഷേത്രത്തിന്റെ ഉടമസ്ഥൻ. തന്ത്രി ഉത്സവമായി കഴിഞ്ഞാല് മാത്രമല്ല മിക്കവാറും തന്ത്രിമാര് ബ്രഹ്മചാരികളാണ്. അതേപോലെ തന്നെ വ്രതമനുഷ്ഠിക്കുന്നവരാണ്. അവര് ആ പാരമ്പര്യമനുസരിച്ച് ആചാരമനുസരിച്ച് വ്രതമനുഷ്ഠിച്ചിട്ടാണ് കൊടുക്കൂറ ഏറ്റുവാങ്ങുന്നത്. പക്ഷെ ഇപ്പൊ 4 വർഷമായിട്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കൊടുക്കൂറ ഏറ്റുവാങ്ങുന്നത് മന്ത്രി വാസവനാണ്. ഇതൊക്കെ ആചാരങ്ങളുടെ ലംഘനമാണ്. നമ്മൾ അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ അത് നിയമപരമായും നമ്മൾ നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ സമരം നടക്കുന്നത് ഈ പഞ്ചായത്തിന്റെ ഘടകാര്യസ്ഥതയ്ക്കെതിരായിട്ടാണ്. ഈ പഞ്ചായത്ത് ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കാതെ ഈ പഞ്ചായത്ത് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് 5 വർഷം പൂർത്തിയാക്കുന്ന ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രോഗ്രസീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വികസന രംഗത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടുന്ന സമയത്ത് ഈ നാട്ടിലാകെ വികസനത്തിന്റെ പെരുമഴക്കാലമായിരുന്നു. റോഡില്ലാത്തടത്ത് നമ്മൾ റോഡുണ്ടാക്കി, വെള്ളമെത്താത്തടത്ത് നമ്മൾ വെള്ളമെത്തിച്ചു, വഴിവിളക്കില്ലാത്തടത്ത് നമ്മൾ വഴിവിളക്കെത്തിച്ചു, അംഗൻവാടികളില്ലാത്തടത്ത് നമ്മളത് പണിതു കൊടുത്തു, സ്ഥലം വാങ്ങേണ്ടടുത്ത് സ്ഥലം വാങ്ങി, സ്കൂൾ കെട്ടിടം നിർമ്മിക്കേണ്ടടുത്ത് അത് ചെയ്തു, PH സെന്ററുകൾ നമ്മൾ നവീകരിച്ചു, സബ് സെന്ററുകൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഒരു പഞ്ചായത്തിന്റെ അനിവാര്യമായ ചുമതലകൾ എന്തെല്ലാമാണോ ആ ചുമതലകളെല്ലാം നിറവേറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന നിലയിൽ നമ്മൾ ഈ നാട്ടിൽ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇടതുമുന്നണിയാണ് ഈ നാട് ഭരിക്കുന്നത്. എന്ത് വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്ന് പറയാനായിട്ട് അവർ തയ്യാറാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ കുടിവെള്ളം കിട്ടുന്നുണ്ടോ? പൈപ്പുകൾ പൊട്ടിക്കിടന്നിട്ട് നന്നാക്കുന്നുണ്ടോ? ഇവിടെ വഴിവിളക്കുകൾ കത്തുന്നുണ്ടോ? ഇവിടെ പുതിയ പഞ്ചായത്ത് റോഡുകൾ ഇവിടെ നവീകരിച്ചോ? പുതിയ റോഡുകളുടെ നിർമ്മാണങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? സ്കൂൾ കെട്ടിടത്തിന്റെ അംഗൻവാടികളുടെ അങ്ങനെ തീരാതെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അനിവാര്യമായ ചുമതലകളിലേക്ക് ഏതിലേക്കെങ്കിലും കടന്നു പോകാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതി, എല്ലാ ജനകീയ വിഷയങ്ങളിൽ നിന്നും മുഖം തിരിച്ചു നിന്ന പഞ്ചായത്ത് ഭരണസമിതി ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ നവകേരള സദസ്സ് നടത്തുക, സർക്കാർ പറഞ്ഞ വികസന റിപ്പോർട്ട്, വികസന സെമിനാർ നടത്തുക. എന്ത് വികസനമാണ് അവർ ചർച്ച ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. അതറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന കുറ്റപത്രം, ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന കുറ്റവിചാരണ സദസ്സാണിത്. ഇവിടെ ഈ പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളും ജനക്ഷേമകരമായ പദ്ധതികൾ നടത്താത്തതിലുള്ള പ്രതിഷേധവും ഉയർന്നു വരികയാണ്. ഇവിടെ ആ 2 മാസങ്ങൾ കൂടിയുള്ളൂ. ഏതാണ്ട് ഈ മാസത്തിന്റെ അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അടുത്ത ഒരു മാസത്തിന് പുതിയ ഭരണസമിതി വരും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ കോൺഗ്രസ് ഈ നാട് ഭരിച്ചിരുന്നപ്പോൾ വസന്തകാലം, വികസനത്തിന്റെ വസന്തകാലം ഇരിഞ്ഞു എന്നുള്ളത് ജനങ്ങൾ പറയുന്നു. അതുപോലെ നമുക്ക് ഈ നാട്ടിൽ പുതിയ വികസന സംസ്കാരം ഉണ്ടാകണം. നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റി നമുക്ക് ഈ നാടിനെ കരകയറ്റാനായിട്ട് നമുക്ക് കഴിയും. ഇവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് അവിടെ അഴിമതിയില്ലാതെ ആ സുതാര്യമായ ഒരു ഭരണത്തിലൂടെ നമുക്ക് ഈ നാടിനെ മാറ്റാനായിട്ട് നമുക്ക് കഴിയും. അതിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.
അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നടത്തുന്ന ഈ കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകന്മാരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നു, ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ജോബി പഞ്ചായത്ത് മെമ്പർ ജോബി, BSP പ്രസിഡന്റ് രാമരാം മന്ത്രിയുടെ സമരത്തിൽ ഇരിക്കുന്ന മെമ്പർമാരെ ഹാരാർപ്പണം ചെയ്യുന്നു. KM കുരുപ്പ്, അടുത്ത വത്സമ്മമാണി, അടുത്ത സൂതൻ ചാണ്ടി, അടുത്ത ശരി മാതിരി, ഗീതമ്മ കാണക്കാട്. രാവിലെ മുതൽ ഈ സമരത്തിൽ പങ്കെടുത്ത മെമ്പർമാരെ BSP പ്രസിഡന്റ് ഹാരാർപ്പണത്തിന് അനുമോദിക്കും. അടുത്തതായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കറിയാം, ഹാഗിയ സോഫിയ ആ പ്രസംഗം നടത്തി 12 ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെ വിവാദമാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിവാദമാക്കിയത്? എന്തുകൊണ്ട് വിവാദമാക്കിയത് ഞാൻ പിന്നെ പറയും, ഇന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തിനാണ് വിവാദമാക്കിയത്? 12 ദിവസത്തിന് ശേഷം പ്രസംഗം നടത്തിയതിനു ശേഷം വിവാദം ഉണ്ടായത്. അപ്പോൾ ചിലർ സ്ഥാപിത താല്പര്യക്കാർ ഇത് ചെയ്യുന്നതുണ്ട്. അതിനെയൊക്കെ കോൺഗ്രസ് പാർട്ടി അതിജീവിക്കും, കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പ് അതിജീവിക്കും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ അത് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ വിഷമം ഞങ്ങളുടെ കുടുംബത്തെയും എൻ്റെ അമ്മയെ പോലും ബാധിച്ചു. കാരണം ഞങ്ങളെല്ലാം എൻ്റെ പിതാവിനെ കണ്ടാണ്. നിങ്ങൾ ഓർത്ത് നോക്കണം, എൻ്റെ പിതാവ് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ്. അദ്ദേഹം ഈ നാടിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ്. അദ്ദേഹത്തെ പോലും ആക്രമിക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, എനിക്ക് മാനസികമായ വിഷമം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടൊരു മകൻ എന്ന നിലയിൽ എൻ്റെ പിതാവിനെ ആക്രമിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് മാനസിക വിഷമം ഉണ്ടാവും. അത് ഇന്നലെ ഞാൻ പാർട്ടിയോട് ചേർത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യത്തെ വളച്ചൊടിച്ച് വെട്ടിയെടുത്ത് നിങ്ങൾ തന്നെ, എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന, നിങ്ങൾ തന്നെ എടുത്ത് കേൾക്കണം എന്താണ് പാർട്ടി വിരുദ്ധമായി ഞാൻ പറഞ്ഞത്. അപ്പോൾ ചിലർ, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ ചിലർ തന്നെയാണ്, ആ ചിലർ തന്നെ ഇത് വെട്ടിയെടുത്ത് വളച്ചൊടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരത്തി ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ, പാർട്ടിക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ, ഇത്രയും സീരിയസ് ആയിട്ടൊരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുമ്പോൾ, ഇവിടുത്തെ ഓരോ പ്രവർത്തകനും എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ അബിനോട് ആവശ്യപ്പെട്ടത്. അബിൻ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ നോക്കൂ, അതിൻ്റെ അപ്പുറം എന്ത് പറഞ്ഞു? അതാണ് ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.